ഹായ് ഡിസൈനേഴ്സ്, Adobe Illustratorന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ടൂൾ ബോക്സിൽ തന്നെ ഷേപ്പ് ബിൽഡർ ടൂളിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ലൈവ് പെയിന്റ് ബക്കറ്റ് ടൂൾ, ലൈവ് പെയിന്റ് സെലക്ഷൻ ടൂൾ, ഈ 3 ടൂൾസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തത്. Adobe Illustratorന്റെ ഇൻട്രൊഡക്ഷൻ മുതൽ ഏകദേശം സെലക്ഷൻ ടൂൾ മുതൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഷേപ്പ് ബിൽഡർ ടൂളും ആ ഒരു കാറ്റഗറി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ ആണ്. ഞാൻ ആ ഒരു ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്യാൻവാസിൽ ഒരു ഗ്രിഡ് വന്നിട്ടുണ്ട്, പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂള്. അതിന്റെ തൊട്ട് താഴെയായിട്ട് പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂള്. പെർസ്പെക്റ്റീവ് ഗ്രിഡ് ടൂളിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Shift+V ആണ്. പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂളിന്റെ ഷോർട്ട് കട്ട് Shift+V ആണ്. ഓക്കെ, സാധാരണയായിട്ട് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ കൈയൊക്കെ തട്ടി അബദ്ധത്തിലായിരിക്കില്ല ഈ ഒരു ടൂള് വന്നിട്ടുണ്ടാവുക. പിന്നെ നമ്മളത് എങ്ങനെ ക്ലോസ് ചെയ്യുന്നൊക്കെ കുറെ ചെക്ക് ചെയ്ത അവസാനം കഷ്ടപ്പെട്ട് അത് ക്ലോസ് ചെയ്യും. അപ്പൊ ഈ ഒരു ടൂള് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ടൂളിനെ പറ്റി. ഈ ടൂള് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് പെർസ്പെക്റ്റീവ് ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഷേപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ 1 point പെർസ്പെക്റ്റീവ്, 2 point പെർസ്പെക്റ്റീവ്, 3 point പെർസ്പെക്റ്റീവ് പോലുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് വന്നത് ഒരു 2 point പെർസ്പെക്റ്റീവിന്റെ ഗ്രിഡ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ഗ്രിഡ് ഹൈഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ചെറിയൊരു ഐക്കൺ കാണാല്ലേ, ഒരു ക്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ക്ലോസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഐക്കൺ കാണാം. അതിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്താൽ ഇത് ഹൈഡ് ആവും. അതും അല്ലെങ്കിൽ നമുക്ക് ഈ വ്യൂവിൽ വന്നിട്ട് പെർസ്പെക്റ്റീവ് ഗ്രിഡിൽ ഇവിടെ നമുക്ക് കാണാം ഷോ ഗ്രിഡ് എന്നല്ലേ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് വരുന്നതായിട്ട് കാണാം. അവിടെ തന്നെ പെർസ്പെക്റ്റീവ് ഗ്രിഡിൽ ആ ഒരു പ്ലേസിൽ തന്നെ ഹൈഡ് ഗ്രിഡ് എന്നും കാണാം. നമ്മൾ അറിയാതെ ആ ഗ്രിഡ് സെലക്ട് ചെയ്തു, ക്യാൻവാസിൽ വന്നു. നമ്മൾ ഈ ഒരു പോർഷനിൽ പോയിട്ട് ക്ലോസ് ചെയ്യുന്നതിന് പകരം Ctrl+Shift+I കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റും ആ ഗ്രിഡിനെ. അതുപോലെ തന്നെ അത് ഷോ ചെയ്യണമെങ്കിൽ Ctrl+Shift+I വീണ്ടും നമ്മൾ കീബോർഡ് ഷോർട്ട് കട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഷോ ചെയ്യാനും പറ്റും. ഇത്ര കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീഫോൾട്ട് ആയിട്ട് ആദ്യം വരുന്നത് 2 point പെർസ്പെക്റ്റീവ് ഗ്രിഡ് ആണ്. 2 point പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1, 2 രണ്ട് വാനിഷിംഗ് പോയിന്റുകൾ കാണാം. സാധാരണയായിട്ട് ബിൽഡിങ്സ് ഒക്കെ ഡ്രോ ചെയ്യുന്ന സമയത്താണ് 2 point പെർസ്പെക്റ്റീവ് ഗ്രിഡിനെ നമ്മൾ ആശ്രയിക്കാറ്. ഇപ്പൊ വ്യൂവില് വരികയാണെങ്കിൽ പെർസ്പെക്റ്റീവ് ഗ്രിഡിൽ തന്നെ ഇവിടെ കാണാം 1 point പെർസ്പെക്റ്റീവ് ഗ്രിഡ് കാണാം, 2 point കാണാം. ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ളത് 2 point പെർസ്പെക്റ്റീവ് ആണ്, 3 point കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് 1 point പെർസ്പെക്റ്റീവ് എടുക്കുകയാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു 1 point പെർസ്പെക്റ്റീവിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു റെയിൽവേ പാളം നമ്മൾ നോക്കുമ്പോൾ അതൊരു 1 way പെർസ്പെക്റ്റീവിലായിരിക്കും കാണുന്നത്. അകലെ നിന്ന് നോക്കുമ്പോൾ അത് ചെറുതായിട്ടും അടുത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ കൂടി ഒരു വിസ്തീർണം കൂടി വരുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ കോറിഡോർ, നമ്മൾ നടക്കുന്ന ഒരു കോറിഡോർ മനസ്സിൽ സങ്കല്പിക്കുക. അതൊക്കെ 1 point പെർസ്പെക്റ്റീവ് ആണ്. നിങ്ങൾക്ക് കാണാം സെൻട്രലായിട്ട് ഒരു വാനിഷിംഗ് പോയിന്റ് കാണാം. അതുപോലെ തന്നെ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ പെർസ്പെക്റ്റീവ് ഗ്രിഡിൽ 3 point പെർസ്പെക്റ്റീവ് നമുക്ക് കാണാം. കണ്ടോ? അതായത് 3 dimensional ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു 3D ലെവലിൽ നമുക്ക് ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ഡ്രോ ചെയ്യാനും അല്ലെങ്കിൽ ഷേപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു വാനിഷിംഗ് പോയിന്റ് ഉണ്ട്, ഈ ഒരു പോർഷനിലും ഉണ്ട് 1, 2, 3 അങ്ങനെ 3 ഭാഗങ്ങളിലായിട്ടാണ് വാനിഷിംഗ് പോയിന്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 3 point പെർസ്പെക്റ്റീവിൽ നമുക്ക് വർക്കുകൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ വീണ്ടും വ്യൂവിൽ പോയിട്ട് പെർസ്പെക്റ്റീവ് ഗ്രിഡിൽ 2 point എടുക്കുകയാണ്. നമുക്ക് 2 point വർക്ക് ചെയ്ത് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിൽഡിങ്സ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള ഷേപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഗ്രിഡിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഈ പെർസ്പെക്റ്റീവ് ഗ്രിഡിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു പെർസ്പെക്റ്റീവ് ഗ്രിഡ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+Shift+I യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും Ctrl+Shift+I യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വ്യൂവിൽ പോയിട്ട് 1 point, 2 point, 3 point പെർസ്പെക്റ്റീവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലുള്ള ഓരോ ആംഗിൾസ് അല്ലെങ്കിൽ വിജറ്റുകളെ കുറിച്ചിട്ടാണ്. വിജറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഡോട്ട്സ് അല്ലെങ്കിൽ സർക്കിൾസ് ആയിട്ട് കാണുന്ന ഡോട്ട്സ് ഇവിടെയൊക്കെ കാണാം. ഏകദേശം ഒരു സ്ക്വയർ ടൈപ്പിലൊക്കെ ഡോട്ട്സ് കാര്യങ്ങളൊക്കെ കാണാം. ഇതിനെയാണ് നമ്മൾ വിജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഞാൻ നോക്കാൻ പോകുന്നത് ഗ്രൗണ്ട് ലെവൽ വിജറ്റ് ആണ്. ഈ കാണുന്ന വിഡ്ജറ്റ്സ് ഇവിടെ ഒരെണ്ണം കാണാം, ഈ ഒരു പോർഷനിലും കാണാം. ഈ 2 വിഡ്ജറ്റ് യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന ഈ ഒരു പെർസ്പെക്റ്റീവ് ഗ്രിഡിനെ ടോട്ടലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാം. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വാനിഷിംഗ് പോയിന്റ് വിഡ്ജറ്റ്. വാനിഷിംഗ് പോയിന്റ്
ഇത് 2 പോയിന്റ് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ഗ്രിഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 2 പോയിന്റ്, അപ്പോൾ 2 വാനിഷിംഗ് പോയിന്റുകൾ ഉണ്ടാവും. ഇതാ ഇവിടെ ഒരെണ്ണം കാണാം, ഇവിടെ ഒരെണ്ണം കാണാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടലി നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഓരോ സൈഡിന്റെ ഡിസ്റ്റൻസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഡിസ്റ്റൻസ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും വാനിഷിംഗ് പോയിന്റ് വിഡ്ജറ്റുകൾ യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ വിഡ്ജറ്റ് ആണ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇത് ഷേപ്പാണ്, ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ട് കിടത്തി വെച്ചിരിക്കുന്ന പോലെ. ഇവിടെ ഒന്ന് കാണാം, ഇവിടെ ഒന്ന് കാണാം. ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ വിഡ്ജറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വെർട്ടിക്കലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടോ, വെർട്ടിക്കലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഗ്രിഡിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വിഡ്ജറ്റുകളുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യുക എന്നതിനെ ഉദ്ദേശിക്കുന്നത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പേഴ്സ്പെക്റ്റീവിന്റെ ഡെപ്ത് കൂട്ടാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒന്ന് കാണാം, കണ്ടോ, ഇങ്ങനെ നമുക്കിതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ ഡെപ്ത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലും നമുക്കത് കാണാൻ പറ്റും. പിന്നെ സെൻറ്ററിലായിട്ടുള്ള ഈ ഒരു പോയിന്റും കാണാം. ആ ഗ്രൗണ്ട് ലെവലിലെ ഡെപ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെയുള്ളത് സെൽ സൈസ് വിഡ്ജറ്റ് എന്നാണ്. അതായത് ഈ കാണുന്ന കള്ളികളിലെ സെൽസ്, അതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വിഡ്ജറ്റ് ആണ്. അതാണ് ഈ ഒരു പോർഷനിലായിട്ട് കാണുന്നത്. ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലോട്ട് താഴോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ സെല്ല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സെല്ലിന്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഏകദേശം ഈ കാണുന്ന വിഡ്ജറ്റുകളെ കുറിച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനൊരു റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നുണ്ട്, ഒരു ഷേപ്പ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യൂബ് കാണാം അല്ലെ? ഈ ക്യൂബിൽ ഒരു ബ്ലൂ കളർ കാണാം. ലെഫ്റ്റ് ഗ്രിഡിനെയാണ് അത് പ്രിവ്യൂ ചെയ്യുന്നത്. ഇവിടെ കാണാം ബ്ലൂ ആണ് അല്ലെ ലെഫ്റ്റിന്റെ ഗ്രിഡ്, അതാണ് ഈ കാണുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് റൈറ്റ് ഗ്രിഡ് എന്ന് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഓറഞ്ച് കളർ വരും, കണ്ടോ. ഈ ഒരു റൈറ്റ് സൈഡ് ഓറഞ്ച് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. തൊട്ട് താഴെയായിട്ട് ഹൊറിസോണ്ടൽ ഗ്രിഡ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളർ കാണാം. ഈ കാണുന്ന ഹൊറിസോണ്ടലി ഈ താഴെ കാണുന്ന ഈ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലാണ് അത് കാണിക്കുന്നത്. ഞാൻ എന്നിട്ട് ലെഫ്റ്റ് ഗ്രിഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടൂൾ എടുത്തിട്ടുണ്ട്. ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രോ ചെയ്യാണ്, കണ്ടോ. നമുക്ക് ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ തന്നെ ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ഞാൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രേ കളർ എടുക്കുകയാണ്. ഇനി എനിക്ക് ഈ ഒരു സൈഡ് വരയ്ക്കണം. ഈ സൈഡ് വരയ്ക്കണമെങ്കിൽ ഈ ഒരു ഭാഗത്തെ ക്യൂബിൽ വന്ന് സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ഗ്രിഡ് ടൂൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് വേണം വന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇവിടെയാണ് സെലക്ഷൻ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഈ ഒരു പോർഷനും വരച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഒന്നും മുട്ടിയിട്ടില്ല, അങ്ങനത്തുള്ള ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഈ ഗ്രിഡ് ടൂളിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു പേഴ്സ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ കാണാം. ആ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ആ ഒരു പോർഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വരുത്താൻ പറ്റും. ഇനി ഞാൻ Ctrl+Shift+I യൂസ് ചെയ്തിട്ട് കണ്ടോ ഹൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു 2 പോയിന്റ് പെർസ്പെക്റ്റീവിൽ നമ്മളൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു വീടാക്കാം, ബിൽഡിംഗ് ആക്കാം, കൂടുതൽ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഈ ഗ്രിഡ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് വരയ്ക്കാൻ അല്ലെങ്കിൽ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാൻ, ഇല്ലുസ്ട്രേഷൻസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഷേപ്പ് എടുക്കുന്നുണ്ട്, ഞാൻ ഡ്രോ ചെയ്യാണ്. കളർ ഞാനൊരു ബ്രൗൺ കളർ കൊടുക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കോപ്പി ഓൾട്ട് യൂസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ഡോർ വരയ്ക്കാം. ആ ഡോറിന്റെ കളർ ഒരു ലൈറ്റ് കളർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് കുറച്ചുകൂടി ലൈറ്റ് ആയിരിക്കണം, കാരണം ഇതുമ്പോഴാണ് ലൈറ്റ് അടിക്കുന്നത്. ഈ ഒരു പോർഷൻ ബാക്ക് പോർഷൻ ആയിട്ടാണ് വരാം. കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള കളർ കൊടുക്കാം. ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് 2 ജനാലകൾ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചുകൂടി ഡാർക്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഞാൻ Ctrl+Shift+O കൊടുത്ത് ആർട്ട് ബോർഡ് സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് യൂസ് ചെയ്തിട്ട് ഒരു കോപ്പിയും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്കിവിടെ ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ 2 പോയിന്റ് പെർസ്പെക്റ്റീവ് ഗ്രിഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൂവ് ചെയ്ത് ഈ ഒരു പോർഷനിൽ വെച്ചു. നമുക്ക് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യണം. ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇനി ഇത് സെലക്ട് ചെയ്യണം അല്ലേ. ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തെ പെർസ്പെക്റ്റീവ് സെലക്ഷൻ ടൂൾ എടുത്തു. അത് സെലക്ട് ചെയ്തു. ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ്, കണ്ടോ. ഇതുപോലെ നമുക്ക് വന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു പോർഷൻ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ വന്നിട്ട് ലെഫ്റ്റ് ഗ്രിഡ് സെലക്ട് ചെയ്തു, അതായത് ഈ ബ്ലൂ ഗ്രിഡ് പോർഷൻ. നമുക്കിത് സെലക്ട് ചെയ്തതിനു ശേഷം ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം.
കൺട്രോൾ ഷിഫ്റ്റ് ആയി യൂസ് ചെയ്തിട്ട് ഞാൻ ആ ഗ്രിഡ് ഹൈഡ് ചെയ്തു. ഞാൻ ആ സ്ക്രീൻ ഒന്ന് ഫിറ്റ് ഓൺ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ചെറിയൊരു ബിൽഡിംഗ് പോലത്തെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ടൂൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലത്തെ ഷേപ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പോയിട്ടില്ല, ടൂൾ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.